ഉള്ള സൂചനയാണെന്ന് തിരിച്ചറിയുക വലിയൊരു ഒരു സംരംഭമാണത്. ആലഞ്ചേരിക്ക് അറബി അറിയുക, ഹിന്ദി അറിയുക, ഉറുദു അറിയുക, ഇങ്ങനെയുള്ള ഭാഷകൾ അറിയുന്നത് കൊണ്ട് തന്നെ ഈ അറബി ഭാഷയിലൊക്കെ പോകുന്ന പല കമ്മ്യൂണിക്കേഷൻസിൻ്റെയും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അതിൽ നിന്ന് തിരിച്ച് ചില കമ്മ്യൂണിക്കേഷൻ ഇവർ അങ്ങോട്ട് കൊടുക്കുക, അവരെ പ്രകോപിപ്പിച്ച് ചില സാധനങ്ങൾ ഇങ്ങോട്ട് മേടിക്കുക. ഇങ്ങനെ ഈ അപഗ്രഥനമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നടക്കുക. ഈ അപഗ്രഥനം അതൊരു 2 വർഷം നീണ്ട പ്രോസസ്സായിരുന്നു. പിന്നീട് ഒരു 2010 മുതൽ 2013 വരെയുള്ളൊരു കാലം അദ്ദേഹം റിസർവ് ഫോഴ്സിലാണ്. 2010 സജീവമായ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയിട്ട് റിസർവ് ഫോഴ്സിലേക്ക് വന്നു. ഈ സമയത്ത് സിയാറ്റിൽ എന്ന് പറയുന്ന പട്ടണത്തിലാണ്, അമേരിക്കയിലെ സിയാറ്റിൽ സിറ്റിയിലാണ് അദ്ദേഹം സെറ്റിലാവുന്നത്. ആർമിയിലെ സേവനം അവസാനിച്ചു. അപ്പോഴേക്കും ഈ റിസർവ് ഫോഴ്സിലിരിക്കുന്ന സമയത്ത് തന്നെ ആലഞ്ചേരിയിൽ സിനിമ ഭ്രമം അങ്ങ് വളർന്നു കഴിഞ്ഞു. അപ്പോൾ സിനിമ പഠിക്കണം. കാരണം ആലഞ്ചേരി ഈ പട്ടാളത്തിലിരിക്കുമ്പോഴും അമേരിക്കയിൽ വന്ന ആളുകളുമായിട്ട് ഇടപെടുമ്പോഴും ഒക്കെ ഒരു കലാകാരൻ എന്ന രീതിയിൽ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. നല്ല ഒരു സ്റ്റാൻഡപ്പ്